ഹായ്, ഇന്ന് മോർണിംഗിൽ ഒരു സെഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചിട്ട് പാർക്കിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ നടക്കുന്ന സമയത്ത് ലോവർ ബാക്കിൽ പെയിൻ വരുന്നതിനെക്കുറിച്ചൊരു ഫ്രണ്ട് പറഞ്ഞത് ഓർമ്മ വന്നത്. അപ്പോൾ വിചാരിച്ചു അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് നടക്കാൻ വരുമ്പോൾ നടത്തൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടാവുന്ന ഈ ലോവർ ബാക്ക്. അത് മെയിനായിട്ട് കംപ്രഷൻ കൊണ്ട് വരുന്ന ലോവർ ബാക്ക് ഇഷ്യൂവിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള എക്സസൈസ് നമുക്ക് നോക്കി നോക്കാം. കാല് പരമാവധി ചേർത്ത് വയ്ക്കുക, പറ്റുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് അകത്തി വയ്ക്കുക. ചിലപ്പം ചേർത്ത് വയ്ക്കുമ്പം നമുക്ക് ബ്രെത്തിന് സഫോക്കേഷൻ ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുറച്ച് അകത്തി വയ്ക്കാം. എന്നിട്ട് മെല്ലെ ഫ്രണ്ടിലേക്ക് മടങ്ങുക, കൈ ഡ്രോപ്പ് ചെയ്തിടുക. ഇതൊരു 2 to 3 minutes എങ്കിലും നമ്മൾ സ്റ്റേ ചെയ്യാൻ നോക്കുക. ഇത് കഴിഞ്ഞാൽ മെല്ലെ നമ്മളുടെ കാലിന് നമുക്കൊന്ന് ലൂസ് ചെയ്യാം, മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇത് ഈ ഹിപ്പ് ജോയിൻറ്റ്സിനെ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, അതായത് ഈ ഭാഗത്തുണ്ടാകുന്ന കംപ്രഷനും മെല്ലെ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 2 കാലിലും ചെയ്യാം. നീ പരമാവധി താഴത്തേക്ക് പുഷ് ചെയ്യും. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഈ നീലുണ്ടാവുന്ന സ്ട്രെച്ച് അത് നീക്കുണ്ടാവുന്ന ഇഞ്ചുറിയും കൂടെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളിവിടെ വന്നിരിക്കുകയല്ലേ, ഒരു ചെറിയ ബ്രീത്തിങ് ഓഫ് കോഴ്സ് നമ്മുടെ ലോവർ ബാക്കിനും കൂടെ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ബ്രീത്തിങ് പ്രാക്ടീസും കൂടി ആവാൻ പറ്റുന്ന ഒരു ചെറിയ ബ്രീത്തിങ് എക്സസൈസും കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഈ കൈ ഇതുപോലെ മുഷ്ടി ചുരുട്ടി പിടിക്കുക, എന്നിട്ട് അടിവയറിന് സ്വല്പം ലിഫ്റ്റ് ചെയ്തിട്ട് കൈ അവിടെ വയ്ക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് പരമാവധി ഫ്രണ്ടിലേക്ക് മടങ്ങുക, തലമെല്ലാം ഡ്രോപ്പ് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. വളരെ സാവകാശം ഒരു 6 മുതൽ 12 പ്രാവശ്യം വരെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇനി നമ്മളുടെ മൊത്തം സ്പൈനിന് ഒരു ചെറിയ ടെസ്റ്റും കൂടെ കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മെല്ലെ നമ്മളിരിക്കുന്ന ഇതിൻ്റെ ബാക്കിൽ, സീറ്റിൻ്റെ ബാക്കിലൊന്ന് പിടിക്കാൻ നോക്കുക, പരമാവധി ബാക്കിലേക്ക് തിരിയുക. ഓപ്പോസിറ്റ്. അപ്പം മൊത്തം ഈ ലോവർ ബാക്കിനും സ്പൈനിനും കൂടെ ഒരു നല്ല ആയാസം ലഭിക്കും. അപ്പോൾ നടന്നിട്ട് ഈ നടുവേദന ഉണ്ടാക്കണ്ട. ഈവൻ നടുവേദന ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന കംപ്രഷൻ ഒഴിവാക്കാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.